താളമേളങ്ങളുടെ അകമ്പടിയോടെ മൂകാംബികാ ദേവി പ്രഭാത ശിവേലിക്കായി എഴുന്നള്ളുകയാണ് ഭക്തരെ കാണാൻ. വിദ്യാരംഭത്തിനായി ഒട്ടനേകം ആളുകളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി മൂകാംബികാ ദേവി സന്നിധിയിലേക്ക് എത്തിയത്. ദേവിയെ ഒരു നോക്ക് കാണാനും ദേവിയോട് ആഗ്രഹങ്ങൾ പറയാനും ആഗ്രഹ സഫലീകരണം നടത്തിയവർ ദേവിക്ക് നേർച്ചകൾ നൽകാനുമായാണ് മൂകാംബികാ ദേവി ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്തെല്ലാം തന്നെ ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് ഏറെ സജീവമായി കാണാൻ കഴിയുന്നു. കൊച്ചു കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി, ആകാംക്ഷകൾ, ഒരു പക്ഷേയൊക്കെ തന്നെ രക്ഷിതാക്കളുടെ മുഖത്ത് കാണുന്ന അങ്കലാപ്പ്, അതോടൊപ്പം തന്നെ ചില കുഞ്ഞു കുഞ്ഞ് ചിണുങ്ങലുകളും, അതോടൊപ്പം തന്നെ ഭാവി നെല്ലിക്കാമധുരം പോലെ മാറേണ്ട കാഴ്ചകൾ നമ്മൾ കാണേണ്ടതായുണ്ട്. ഇന്നത്തെ കരച്ചിലുകളെല്ലാം തന്നെ നാളത്തെ പുഞ്ചിരികളായി മാറും. അതെല്ലാം തന്നെ അറിവിൻ്റെ മധുരമായി മാറുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ വരുന്ന നാളുകളിലൊക്കെ തന്നെ കാണാൻ പോകുന്നത്. ഭക്തരെ സംബന്ധിച്ച് മൂകാംബികാ ദേവി എന്നത് വിദ്യാസ്വരൂപിണിയാണ്. അറിവ് ഭക്തർക്ക് പ്രദാനം ചെയ്യുന്ന ദേവതയാണ്. മൂകാസുരൻ്റെ മൂകത, അഹന്ത നശിപ്പിച്ച് ഭക്തർക്ക് ആശ്വാസം നൽകിയ മൂർത്തിയാണ് മൂകാംബികാ ദേവി. അതുകൊണ്ട് തന്നെ വിജയദശമി നാളിൽ ദേവി സന്നിധിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുക എന്നത് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനം തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ടരികിലാണ്. ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ പൂർത്തിയാക്കി എത്തുന്ന ഭക്തർ സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതിയെ അല്പസമയം ധ്യാനിച്ച് പൂജാവിധികളൊക്കെ തന്നെ കഴിച്ച ശേഷമാണ് മൂകാംബികാ ദേവിയെ ദർശിക്കാനായി പോവുക. ആദ്യം കൊടിമരത്തിലെ സ്തംഭഗണപതിയെ വന്ദിച്ചുകൊണ്ട് ഭക്തർ അകത്തേക്ക് കയറുന്നു. പിന്നെ ദേവിയെ ഒരു നോക്ക് കണ്ടു തൊഴാൻ, സർവാലങ്കാര വിഭൂഷിതയായ ഭഗവതിയെ ഒരു നോക്ക് കണ്ടു തൊഴാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഭക്തർ പോകുന്നു. പിന്നീട് നാമജപങ്ങളോടെ ദേവിയെ കണ്ടു തൊഴുത് ആ സംതൃപ്തിയോടെ കൂടുതൽ ആളുകളും വിജയോത്സവത്തിൽ കൂടി പങ്കെടുത്ത ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുക. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലൂർ.